ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ത്രെഡ് വർക്കായിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീഡ്സും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇതൊരു ബൊട്ടിക് ഡിസൈനൊന്നുമല്ല, നമ്മൾ സാധാരണ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന ഒരു ഡ്രസ്സ് മെറ്റീരിയൽ കണ്ടൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതുപോലത്തെ കുറച്ച് പാറ്റേൺസാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മളൊന്ന് ജസ്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. സിമ്പിളായിട്ട് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ക്ലോത്തിലേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ, അതായത് ഈ കൊടുത്തേക്കുന്ന പാറ്റേൺ നമ്മൾ അവിടെ ഇവിടെയായിട്ട് 2, 3, 4, 5 എണ്ണമായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ആ ഒരു യോക്കിൽ നമുക്ക് വരുന്ന രീതിക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ആ ഒരു തമ്പനെയിൽ പിക്ചർ കണ്ടില്ലേ, അതേപോലെ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു പിങ്ക് ഷെയ്ഡും അതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡും സിൽക്കിൻ്റെ ത്രെഡാണ് എടുത്തേക്കണേ. പിന്നെ നമുക്കൊരു യെല്ലോ കളർ കൂടി വേണം. അപ്പോൾ അതെൻ്റെ കയ്യിൽ സിൽക്ക് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ഡോളി ത്രെഡാണ് എടുത്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വർക്കിന് ഡോളി ത്രെഡായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ഒരു വൈറ്റ് കളർ പേൾ ബീഡാണ്, അപ്പോൾ ഞാൻ അതും എടുത്തു. നിങ്ങളുടെ കയ്യിൽ ഗോൾഡനോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തമ്പനയിൽ കണ്ട ഒരു പീച്ച് കളറോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഒരു ഡിസൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്ലവർ പാറ്റേൺ പോലെ കൊടുത്തിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു പേൾ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈനാണ് കേട്ടോ. കാരണം നമ്മളിതിനകത്തേക്ക് ഒരു എക്സാക്റ്റ് ഒരു പാറ്റേണോ അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഒരു എക്സാക്റ്റ് ഒരു സ്റ്റിച്ചൊന്നും ഫോളോ ചെയ്യണില്ല. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ഔട്ടർ ലെയർ പെറ്റൽസ് പോലെ വരുന്ന ആ ഒരു പോർഷൻ നമ്മളൊരു ലീഫ് സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്യണേ ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുത്താൽ മതിയാവും. മാത്രമല്ല നമ്മൾ കയറി ഇറങ്ങി വരുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എല്ലാം ഒരേ ലെവലിലോ അങ്ങനെയൊന്നും അല്ല ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഇൻ ഓർഡൻസിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ മാത്രം കുറച്ച് ഹൈറ്റിൽ ഇതുപോലെ കുത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും എല്ലാം കയറ്റി ഇറക്കിയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. നിങ്ങൾക്ക് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അറിയാവുന്നവർക്കല്ല, അറിയത്തില്ലാത്തവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓർഡർ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി. നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സിൽക്കിൻ്റെ ത്രെഡ് എടുക്കണമെന്നില്ല. ഇതിന് നമുക്ക് ആങ്കർ ത്രെഡോ അല്ലെങ്കിൽ ഡോളി ത്രെഡോ എടുത്താൽ മതിയാവും. അതായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ. ഈ ഒരു വർക്കിന് അതായിരിക്കും ഭംഗി. പിന്നെ നമുക്കറിയാം സിൽക്കിൻ്റെ ത്രെഡ് എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ഷൈനിങ്ങും നല്ലൊരു കളറും ഒക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ബിഗിനേഴ്സൊക്കെ ആകുമ്പം ഡോളി ത്രെഡ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ആങ്കർ ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ പുറത്ത് ചെയ്ത് കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആങ്കർ ത്രെഡ് തന്നെ യൂസ് ചെയ്യണേ. നല്ല ക്വാളിറ്റി ത്രെഡാണ് ആങ്കർ ത്രെഡ്. അപ്പം പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല മെറ്റീരിയൽസ് തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ത്രെഡ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറഞ്ഞാൽ ത്രെഡ് കടന്നു പോകുന്ന ഒരു നോർമൽ നീഡിലാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം ഹോൾ വലിപ്പമുള്ള നീഡിലാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, സെൻറ്ററിലെ ആ ഒരു ഏറ്റവും നമ്മൾ ലീഫ് പോകണം കൊടുക്കുന്ന ഡിസൈൻ്റെ സെൻറ്ററിലെ ആ ഒരു ഡിസൈൻ മാത്രം, അതായത് ആ ഒരു ലൈൻ മാത്രം ലെങ്തിൽ കൊടുത്തിട്ട് അതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതുപോലെ ലീഫ് പാറ്റേൺ വരുന്ന രീതിയിൽ കയറ്റി ഇറക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊരു 5 പെറ്റൽസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അത് 6 എണ്ണം ആക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയും ഇതേപോലെ തന്നെ സെയിം നമ്മൾ അടുത്തത് റൗണ്ടിലാണ് ചെയ്യുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. സെൻറ്ററിൽ സെയിം നമ്മൾ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ ലെയർ നമ്മൾ ആ ഒരു റൗണ്ട് കൊടുത്തിരുന്നില്ലേ, അതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പുറത്തേക്ക് കുത്തിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കയറി ഇറങ്ങി വരുന്ന രീതിയിലാണ് അങ്ങ് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സിമ്പിളായിട്ടും അതുപോലെ ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ടും വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന എന്താ പറയുന്നത് ത്രെഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. യെല്ലോയും പിന്നെ നമ്മളൊരു പീച്ച് ഷെയ്ഡും വരുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ആ തമ്പനെയിൽ പിക്ചറിൽ അങ്ങനെയാണ് വന്നേക്കണേന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ചെയ്തെടുത്തപ്പോഴും എനിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് വീഡിയോയ്ക്ക് 2-3 ദിവസം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല കേട്ടോ, എനിക്ക് അത്ര സുഖമില്ലായിരുന്നു, പനിയും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ പറ്റാതെ വന്നത്. ഇനി എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും തന്നെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ നിങ്ങൾ അറിയിക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മുടെ വാട്സപ്പ്
നമ്പർ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്തേക്ക് നമുക്ക് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ, വീഡിയോയിലൂടെ. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കേണ്ടവർക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം, പേഴ്സണലായിട്ട് തന്നെ മറുപടിയും തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലോ ഫാമിലിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഓൾമോസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡോളി ത്രെഡാണല്ലോ യൂസ് ചെയ്തത്. അപ്പോൾ ഇതല്ലേ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വന്നത്, എനിക്ക് അങ്ങനെ തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. കംപ്ലീറ്റ് ആയിട്ടും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പുറത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ബീഡിൻ്റെ ഭാഗത്ത് ഒട്ടും ഗ്യാപ്പ് വരാതെ തന്നെ ഫില്ല് ചെയ്യണേ. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്റ്റെം പോലെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മളിതുപോലെ ബീഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 ബീഡ് വെച്ചാണ് ചെയ്യണത്. അത്യാവശ്യം വലിപ്പമുള്ള ബീഡല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓരോ ബീഡ് തന്നെ വെച്ച് ചെയ്യുന്നതായിരിക്കും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ബീഡ് വെച്ച് കൊടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ ഒരു കറക്റ്റ് ഒരു വളഞ്ഞൊരു സ്റ്റെമ്മാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് ഓരോ ബീഡ്സ് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ബീഡ് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ലീഫേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ലീഫ് ചെയ്യാനും സെയിം ഇതേപോലെ തന്നെ നമ്മുടെ സിൽക്കിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലീഫ് ചെയ്തപ്പോൾ ഫ്ലൈയിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നോക്കി, പക്ഷേ എന്തോ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഏത് ലീഫ് പാറ്റേൺ ആണോ ആ ഒരു ലീഫ് പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സിൽക്കിൻ്റെ ത്രെഡ് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ സ്ട്രാൻഡ്സിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ കൂടുതലും 6 സ്ട്രാൻഡ്സിലായിരിക്കും നമ്മൾ എടുത്തിട്ട് ചെയ്യണത്. പിന്നെ ഡോളി ത്രെഡ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം അതൊരു 6 സ്ട്രാൻഡ്സിലാണ് വരുന്നത്. പിന്നെ നമ്മളത് ആ ഒരു സ്ട്രാൻഡ്സിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിൽക്കിൻ്റെ ത്രെഡും അതേപോലെ തന്നെ എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പിന്നെ ഏതാണോ സൗകര്യപ്രദം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ തന്നെ ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്യണ പോലെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ എങ്ങനെ ഇത് ചെയ്യാമെന്ന് മാത്രമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫ് പാറ്റേൺ ഫോളോ ചെയ്ത് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അപ്പുറത്ത് കൊടുത്തിരുന്ന ചെറിയ ലീഫുകളും ബാക്കി ലീഫും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലും സെയിം അതേപോലെ തന്നെ ബീഡും വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിസൈൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് വരും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്